ഇതൊരു ദൈവനിയോഗമാണ്. ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു യാത്ര ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല, പ്ലാൻ ചെയ്തതേ അല്ല. ഈ പോകുന്ന ദിവസം ഉച്ചയ്ക്ക് വരെ ഞങ്ങൾ ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദിവസം അവിടെ എവിടെ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിൽ ഞങ്ങൾ എത്തിച്ചേരണം എന്നുള്ളത് ഒരു നിയോഗം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. പലവിധ തടസ്സങ്ങളുണ്ടായിട്ടും നമുക്ക് അന്ന് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചു കേട്ടോ. പിന്നെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ആളുകളും വളരെ കാഷ്വലായിട്ട് പോകുമ്പോൾ നമ്മൾ ഇതുപോലെ സാരിയൊക്കെ എടുത്ത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങളുടെ 10th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം വേളാങ്കണ്ണി പള്ളിയിൽ ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഓർത്തൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നും നടക്കണം എന്നൊന്നുമില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ യാത്ര പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ല നടന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അവസാനം അത് എനിക്ക് ഫേവറബിളായിട്ട് വന്ന് ചേരാറുണ്ട് എന്നുള്ളതുപോലെ, ചില നിയോഗങ്ങൾ ഇതുപോലെ സന്തോഷത്തിൽ എത്തിച്ചേരണം എന്നുള്ളതും കൊണ്ട് കൂടി തന്നെയാവാം. പറഞ്ഞു വന്നത്, നമ്മളുടെ പ്ലാനിങ്ങൊന്നും അല്ല, വേറെ ആരൊക്കെയോ എവിടേക്കോ ഇരുന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് മാതാവിന് പൂമാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.